ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരുന്ന മഹേന്ദ്രനും ഭദ്രയും ഗീതികയും. മഹേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ശ്രീറാം ചന്ദ്രശേഖർ. ആടുകളം എന്ന തമിഴ് സിനിമയുടെ കഥയുമായി ബന്ധപ്പെടുത്തി ശ്രീറാം മഹേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. മഹേന്ദ്രന്റെ പാട്ടിന്റെ യഥാർത്ഥ അവകാശി ജൂഡ് സേവ്യർ ആണെന്നും അത് പുറത്തറിയാതിരിക്കാൻ ജൂഡിനെ ഇല്ലാതാക്കിയതാണെന്നും മഹേന്ദ്രനോട് ശ്രീറാം. മഹേന്ദ്രൻ അത് നിഷേധിക്കുന്നു. ജൂഡിന്റെ കൊലപാതകത്തെ പറ്റിയുള്ള പല തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും അത് ഞാൻ സമയം പോലെ പുറത്തുവിടുമെന്നും മഹേന്ദ്രനോട് തൽക്കാലം പൊയ്ക്കൊള്ളാനും പറയുന്ന ശ്രീറാം പിന്നീട് ഭദ്രയെ വിളിപ്പിക്കുന്നു. താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മഹേന്ദ്രൻ ഉൾപ്പെടെ മറ്റാരും അറിയരുതെന്നും മഹേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ അയാളെ ചില സംശയങ്ങളുണ്ടെന്നും ഭദ്രയോട് ശ്രീറാം ചന്ദ്രശേഖർ. തുടർന്ന് കാണുക. ഈ കേസ് അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, എന്നെ ചില കണ്ടെത്തലുകളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ മഹേന്ദ്ര സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ എൻ്റെ സംശയങ്ങൾ കൂടി. എന്താ സാർ എന്റെ മഹേട്ടൻ? ഞാനും നിങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. കായൽക്കര വരെ അവൻ്റെ ബോഡി കൊണ്ടിട്ടത് ആരാണ്? കായലിലേക്ക് വലിച്ചെറിഞ്ഞ ആ മെമൻറ്റോ എവിടെ അപ്രത്യക്ഷമായി? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നതോടെ ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായി. അതായിരിക്കും ഈ കേസിലെ വഴിത്തിരിവും. ഉത്തരം പറയുന്നത് ആരായാലും എനിക്ക് അയാൾ പ്രതിയാണ്. അതിനി നിങ്ങളുടെ ഭർത്താവായാലും. അത് പൊക്കോളൂ. ഓക്കെ, പൊക്കോളൂ. പോലീസുകാരെ പറ്റി പണ്ടേ കേട്ടിട്ടുണ്ട് പലതും. ഇപ്പൊ കണ്ടപ്പോഴല്ലേ, അറിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. കേട്ടതിനേക്കാ കഷ്ടം. എന്തുവാ ഏതാ ആരോടാ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാക്കി ഇട്ടാൽ എന്തു എവിടെയും ചോദിക്കാവുന്നുള്ള ദാർഷ്ട്യവാ, അഹങ്കാരവാ. മഹേട്ടനോട് എന്താ ശ്രീറാം സാർ സംസാരിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല, അതല്ലേ രസം. ഈ സംഗീതത്തെ പറ്റിയൊക്കെ ആയിരുന്നു സംസാരം. അയാള് വലിയ ഭാഗവതരുടെ മോനാ. ആയിക്കോട്ടെ, അതിനെനിക്കെന്താ. ഒന്നും അറിയാൻ വയ്യാത്തവനെ സഹിക്കാം. ഈ വക്കും മൂലെ അറിഞ്ഞു വെച്ചേച്ച് വിവരം വിളമ്പാൻ വരുന്നവരെയാ സഹിക്കാൻ വയ്യാത്ത. അല്പജ്ഞാനിയുടെ അല്പത്തെ അപകടമാണ്. അയാൾ എന്നെ സംഗീതം പഠിപ്പിക്കാൻ വരുക, ഞാൻ വിട്ടുകൊടുക്കും. എന്തായാലും ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും ഇവനെ പോലെയുള്ളവനെയൊക്കെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും ചൊറിഞ്ഞും സംഗതി വഷളാക്കും. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അയാൾക്ക് മോളൂനെ എങ്ങാനും സംശയം തോന്നിയാൽ അറിയാമല്ലോ. ഇപ്പൊ കയ്യിലൊന്നും തടയാഞ്ഞിട്ട് ഇത്രയ്ക്ക. ഇവളെ പറ്റി എങ്ങാനും വല്ല പൊട്ടോ പൊടിയോ സംശയം തോന്നിയാ കൊച്ചു പെണ്ണ ഇവിടെ ലൈഫ് ഇല്ലാതാക്കി കളയും. എനവാ വിഷവാ, വൃത്തികെട്ടവൻ. എനിക്ക് മനസ്സിലായതാ ഞാനീ പറയുന്നത്. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാൽ വല്ലാത്തൊരു തലവേദന. എന്താ?
അല്ലെങ്കിൽ നമുക്കൊരു കരിക്ക് കുടിച്ചാലോ? ക്ഷീണം അങ്ങ് മാറും. എനിക്ക് വേണ്ട. ഉം. ശ്രീറാം സാർ നമ്മളെ സഹായിക്കുവാണെന്ന് നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ അമ്മേ? അച്ഛന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അറിയിക്കാതിരിക്കാൻ നല്ലത്. നമുക്കറിയാത്തത് ചിലത് അച്ഛൻ അറിയാമായിരിക്കും. നമ്മളോട് പറയാത്തത് അതാ. ഇന്ന് ശ്രീറാം സാർ പറഞ്ഞത് ഒരു കാരണവശാലും അച്ഛൻ ഇതൊന്നും അറിയരുതെന്നാ. എനിക്ക് ആകെ പേടിയാവുക. അല്ല, നമുക്ക് 3 പേർ കൂടി എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ? ഒന്നുമില്ലേലും അപ്പുവിന്റെ ടോർച്ചറിങ്ങിൽ നിന്നൊന്നും ഒഴിവാകാമല്ലോ. മഹേട്ടൻ എന്തായി പറയുന്നേ? ഇവിടം വിട്ട് എങ്ങും പോകരുതെന്ന് ശ്രീറാം സാർ പറഞ്ഞിട്ടില്ലേ? ശ്രീറാം 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 അയാളുടെ കാര്യം മാത്രം ഇങ്ങനെ വേദവാക്യം പോലെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ? എന്നാലും ആ മെമൻറ്റോ അതെവിടെ പോയെന്ന് അറിയണമെങ്കിൽ, ആ കായൽക്കരയിൽ കൊണ്ടിട്ടത് ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ശ്രീറാം സാറിനെ വിശ്വസിച്ചല്ലേ പറ്റൂ. ഓ, അതാ ഇപ്പൊ ഇത്ര വലിയ ആന കാര്യം. അതുപോലെ കള്ളന്മാരുമായിരിക്കും. ചത്തവനെ കിട്ടിയപ്പോ അവന്റെ കയ്യേലോ കഴുത്തേലോ എന്തെങ്കിലും ഉണ്ടോന്ന് തപ്പി നോക്കാൻ വലിച്ചഴിച്ചോണ്ട് പോയതായിരിക്കും. അതൊന്നും അല്ല മഹേട്ട. അത് ശ്രീറാം സാർ അന്നേ പറഞ്ഞതാ. അവന്റെ 5 പവന്റെ ഗോൾഡ് ചെയിനും മോതിരവും വാച്ചും എല്ലാം അതേപടി ആ ബോഡിയിലുണ്ടായിരുന്നു എന്ന് കരുതി വലിച്ചുകൊണ്ട് പോയവന് ഊരിയെടുക്കാൻ നോക്കിയപ്പോഴായിരിക്കും ആരെങ്കിലും കണ്ടത്. അന്നേരത്തെ വെപ്രാളത്തിന് അവിടെ ഇട്ടേച്ച് പോയി കാണും. പക്ഷെ മഹേട്ട, അങ്ങനെ ഒരു മാല ഊരിയെടുക്കാനും വാച്ച് കൊണ്ടുപോകാനും വന്നവൻ എന്തിനാ ഒരു ഡെഡ് ബോഡി ഇത്രയും ദൂരം വലിച്ചഴിച്ചുകൊണ്ട് പോകേണ്ട കാര്യം? അതെവിടെ വെച്ച് വേണേലും എപ്പോ വേണേലും ചെയ്തൂടെ? ഇത് വേറെന്തോ ഉദ്ദേശ, അത് ഉറപ്പാ. പിന്നെ ആ മെമൻറ്റോയുടെ കാര്യം, അതെവിടെ പോയി? അതിനും വേണ്ട ഒരു ഉത്തരം. അത് അന്നേരം തന്നെ വല്ലവനും തപ്പി എടുത്തോണ്ട് പോയി വല്ല ആക്രിക്കടയിലും കൊടുത്ത് പൈസ വാങ്ങിക്കാണും. 5 പവന്റെ മാലയും 8000 രൂപയുടെ വാച്ചും ഊരിയെടുക്കാൻ സാവകാശം കാട്ടാത്തവരാ ഇച്ചിരി പിച്ചളയ്ക്ക് വേണ്ടി ആ ചതുപ്പിൽ മുങ്ങിപ്പൊങ്ങുന്നേ. അതെടുത്തോണ്ട് പോയി വിറ്റ് കാശാക്കുന്നേ. മഹേട്ടനൊന്ന് ചുമ്മാ ഇരിക്കേ. എന്താ എന്താ അങ്ങനെ സംഭവിച്ചൂടെ? അങ്ങനെയൊക്കെ സംഭവിക്കാം. അവിടെ ഒരു അന്വേഷണക്കാരി യുക്തി ന്യായം പറയാൻ വന്നിരിക്കുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചേച്ച് കാര്യങ്ങൾ ഇത്രയും കൊണ്ട് വഷളാക്കി വെച്ചിട്ട് 2 പേരും കണക്കാ. അമ്മയും മോളും പറയാതിരിക്കാം അയ്യനിക്ക്. അച്ഛാ, മോളും ഇത് നിന്റെ അമ്മ എന്നെ കൊണ്ട് പറയിക്കുന്നതാ, പറഞ്ഞു പോകുന്നതാ. ശരിയാ, നിനക്കൊരബദ്ധം പറ്റി, എനിക്കത് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ നിന്റെ അമ്മ എന്താ ചെയ്യണ്ടേ? അന്ന് ആ സംഭവം നടന്നപ്പോ ആ രാത്രി തന്നെ എന്നോടായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? പറഞ്ഞില്ലല്ലോ മഹേട്ട. അത് അന്നേരം പറഞ്ഞില്ല, അത് പോട്ടെ. പിന്നെ എത്ര അവസരം ഉണ്ടായിരുന്നു, എപ്പോഴൊക്കെ പറയായിരുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങാൻ പോയപ്പോ എന്നോട് പറഞ്ഞുകൂടായിരുന്നു? രാവിലെ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴെങ്കിലും, പോലീസ് കേസ് ആവുമെന്ന് കണ്ടപ്പോഴെങ്കിലും ഒരു വാക്ക്. അപ്പോഴൊക്കെ എന്നെ ഒന്നും അറിയിക്കണ്ട എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു. ഒന്നും അറിയാതെ കണ്ടവന്റെ മേലൊക്കെ കുതിര കയറി ഞാൻ അങ്ങ് പൊട്ടം കളിച്ചു. എന്നിട്ട് ഇപ്പൊ പോലീസുകാരുടെ ചോദ്യത്തിനും ഭേദ്യത്തിനും ഒക്കെ ഉത്തരം പറയേണ്ട ബാധ്യത എന്റെ തലയില്. മഹേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എല്ലാം അറിയുന്ന മഹേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്. മോക്കൊരബദ്ധം പറ്റി. പക്ഷെ അത് കാരണം അവൾക്കോ മഹേട്ടനോ നമ്മുടെ കുടുംബത്തിനോ ആർക്കും അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാ എല്ലാം എന്റെ പുറത്തായാലും എല്ലാം എന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത്. മഹേട്ടൻ മനസ്സുകൊണ്ട് പോലും വേദനിക്കരുതെന്നും വിഷമിക്കരുതെന്നും ആഗ്രഹിച്ചതുകൊണ്ടാ ഞാൻ.
അച്ഛൻ എന്തിനാ അമ്മേ ദേഷ്യപ്പെടുന്നേ? കാര്യം ഉണ്ടാവും മോളെ. കാരണമില്ലാതെ ദേഷ്യപ്പെടുന്ന ആളായിരുന്നില്ലല്ലോ നിന്റെ അച്ഛൻ. വെട്ടണോ സാർ? വേണ്ട. എത്ര? 60 രൂപ. ഇതാ. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. നിനക്ക് എന്നേക്കാൾ എന്നും വിശ്വാസം അയാളെയല്ലേ, നിന്റെ ചേട്ടനെ. അന്ന് രാത്രി എന്നെ ഒന്നും അറിയിക്കണ്ട, വിഷമിപ്പിക്കണ്ട എന്ന് നീ തീരുമാനിച്ചു. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ എപ്പോഴും നീ ചെയ്യാറുള്ളത് പോലെ അന്ന് രാത്രി നീ അയാളെ വിളിച്ചില്ലേ? ഇല്ല, ഞാൻ വിളിച്ചില്ല മഹിയേട്ടാ. അങ്ങനെയെങ്കിൽ ആ സത്യം നീ തുറന്നു പറയണം ഭദ്രേ. എനിക്കറിയാം, അനിയത്തിയുടെ ഒരു ഫോൺ കോൾ മതി അളിയൻ എന്തും ചെയ്തു എന്ന് വരും. അത്രയ്ക്ക് സ്നേഹമാ നിന്നെ. മഹിയേട്ടാ, ഈ ജാമ്യം എടുക്കാനും കോടതിക്കാര്യത്തിനൊക്കെയായി അയാൾ ഇത്രയും മെനക്കെട്ട് വക്കീലിനെ കൊണ്ട് ഓടി നടക്കുമ്പോഴേ ശരിക്കും എനിക്ക് ആ സംശയം ബലപ്പെടുക. ഒരിക്കലും ഇല്ല മഹിയേട്ടാ. അങ്ങനെ ഉണ്ടായിരുന്നാൽ എല്ലാം ഞാൻ മഹിയേട്ടനോട് തുറന്നു പറയത്തില്ലായിരുന്നോ? ഇത് ഞാൻ മാത്രം അറിഞ്ഞ് എന്നോടുകൂടെ തീരണമെന്നാ ഞാൻ ആഗ്രഹിച്ച്. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. സത്യോ, ഇപ്പൊ പോലും മുകുന്ദേട്ടന് സത്യത്തിൽ എന്താ നടന്നതെന്ന് അറിയത്തില്ല. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ കേസ് അന്വേഷണം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കേസിലൊരു വാലും തുമ്പും കിട്ടാതെ വരുമ്പോ അവരാരെ വേണേലും പ്രതിയാക്കും, ഏത് നിരപരാധിയെ വേണമെങ്കിലും. അതിപ്പം മോളുവോ ഈ പറയുന്ന ഞാൻ പോലും ആര് വേണേലും ആകാം. ആരെങ്കിലും വേണമെന്നല്ലേ ഉള്ളവർക്ക്. ഈ മ്യൂസിക് ഡയറക്ടർ മഹേന്ദ്രന്റെ വീട് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ? അല്ല, വിജിലൻസുകാരും ക്രൈംബ്രാഞ്ചുകാരും ഒക്കെയാണ് ഇപ്പൊ ഈ വീട് അന്വേഷിച്ച് വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ മഹേന്ദ്ര മ്യൂസിക് ഡയറക്ടറുടെ വീട് അന്വേഷിച്ചു വരുന്നതൊക്കെ പണ്ട്. ഇപ്പോ ഭദ്ര മഹേന്ദ്രന്റെ വീട് എവിടാന്ന് അന്വേഷിക്കണം. അവരാ ഇപ്പൊ ഫേമസ്. നിങ്ങൾ ആരെ അന്വേഷിച്ചാ? ഭർത്താവിനെയാണോ ഭാര്യയാണോ? അവർ രണ്ടുപേരും ഇപ്പൊ സ്ഥലത്തില്ല. പോലീസ് സ്റ്റേഷനിലാണോ കോടതിയിലാണോ തെളിവെടുപ്പിലാണോ ഒന്നും അറിയില്ല. രാവിലെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി പോകുന്ന കണ്ടു. ഈ അപർണ മഹേന്ദ്രൻ? ഓ, മറ്റേ ആ മൂത്ത ഒച്ച. അവള് വന്നേ പിന്നെയാ ആ വീട്ടിലൊരു ഒച്ച അനക്കമൊക്കെ കേട്ടു തുടങ്ങിയത്. സംഗതി ഫുൾ എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ. എന്റർടൈൻമെന്റ് അപ്പുറത്തും ഇപ്പുറത്തും മാന്യമായിട്ട് ആൾക്കാർ ജീവിക്കുന്നെന്നുള്ള ബോധം വേണ്ടേ? കൾച്ചർ ഇല്ലാത്ത സംസാരവും വഴക്കും വക്കാണവും. ദാ അത് തന്നെ വീട്, പോയി നോക്കിയാട്ടെ. എത്രയായി? 50. പെട്ടിയും കിടക്കയൊക്കെ ഉണ്ടല്ലോ, പൊറുതിക്ക് വന്നതായിരിക്കും. ഇതങ്ങനെ സംഗീതം പഠിപ്പിച്ച് വഷളാക്കിയ പെമ്പിള്ളേർ വല്ലതും ആയിരിക്കും. ഏയ്, ഇത് അങ്ങേരുടെ മറ്റേ ആട്ടക്കാരിയില്ലേ, അവരുടെ ശിഷ്യോ മറ്റോ ആയിരിക്കും. എന്തായാലും ഗുലുമാല് തന്നെ, പാട്ടും കൂത്തും. അതെ, നിങ്ങൾ ആ കൊച്ചിന്റെ ആരാ? മല്ലി, ഇതേതോ ഗുരുമാല പിടിച്ച കേസാ. അതാ മിണ്ടാതെയും പറയാതെയും കേറി അങ്ങ് പോയത്. അപർണ? അതെ, ഞാൻ മേരി പൗലോസ്. ട്രീസ മാം പറഞ്ഞിരുന്നില്ലേ ഒരു ഹോം നഴ്സിന്റെ കാര്യം? ആ ഉവ്വ പറഞ്ഞിരുന്നു, മനസ്സിലായി. വരൂ. ഇവിടെ
അപർണ ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളൂ? ആ അതെ. ഇപ്പോ എത്ര മാസമായി? 5 months കഴിഞ്ഞു. ഞാൻ ഡോക്ടർ പത്മയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഡോക്ടർ അപർണയുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് ലേറ്റസ്റ്റ് ലാബ് റിസൾട്ട്സ് ഒക്കെ ഒന്ന് കാണണം. ആ അതിനു മുമ്പ് എനിക്കൊന്ന് ഫ്രഷ് ആവണം. എന്റെ റൂം എവിടെയാ? റൂം മുകളിലാ. ഇതിവിടെ ഇരിക്കട്ടെ. ഞാനും കൂടി അറിയട്ടെ. മലി നോക്കിയേ വന്നല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. പോലീസ് സ്റ്റേഷനിൽ പോയതല്ല, സ്റ്റേഷനിലാണ് ഇത്ര അങ്ങോട്ട് താമസിക്കത്തില്ല. ശരിയാ, ഇത് വേറെ ഏതോ കൊട്ടേഷനാ. ഇനി വല്ല കല്യാണത്തിന് പോയതായിരിക്കുമോ? ഇവരെയാ ഇനി ആരെങ്കിലും കല്യാണത്തിന് വിളിക്കുന്ന? സ്വന്തം ബന്ധുക്കള് പോലും തിരിഞ്ഞു നോക്കാത്ത പാർട്ടികളാ. അത് ശരിയാ. മാനാഭിമാനമുള്ള ആരെയും ഇതുങ്ങളെയൊക്കെ കല്യാണത്തിന് വിളിക്കുവോ? നമ്മളിങ്ങനെ ക്ഷമിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടാ വന്ന് തലേ കയറുന്നേ. കാര്യങ്ങൾ ഇത്തിരി വഷളാക്കുന്നതാ നല്ലത്. നിങ്ങളാരാ? ഞാൻ മേരി പൗലോസ്. അപർണയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാ. കാര്യങ്ങൾ നോക്കാനോ? അതെ, കാര്യങ്ങൾ നോക്കാൻ തന്നെയാ. എന്ത് കാര്യങ്ങൾ നോക്കാൻ? എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി പറയാ. 5 മാസം പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയാണ് ഞാൻ. ഈ സമയത്ത് എന്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ കെയർ ചെയ്യാനും ഈ വീട്ടിൽ ആരുമില്ല. ആരുമില്ലാന്ന് മാത്രമല്ല, ചുറ്റിനുള്ളതൊക്കെ എന്റെ ശത്രുക്കളുവാ. പക്ഷെ എന്റെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും നന്മ ആഗ്രഹിക്കുന്ന ചിലര് ഈ ലോകത്തുണ്ട്. അവരാ മേരി ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മേരി വളരെ എക്സ്പീരിയൻസ്ഡ് ആയ എക്സ്പെർട്ട് ആയ ഒരു ഹോം നഴ്സാണ്. അപർണ, നമുക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. എന്തോ അമ്മ ഇതൊക്കെ? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി മനഃപൂർവ്വം ചെയ്യുന്നതാ. നമ്മൾ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അതിനായിട്ടാ ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടിറക്കുന്നേ. എന്തായാലും മോളോ നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നമ്മളെ മിണ്ടാതിരുന്നാ മതി. അതുകൊണ്ടാ നമ്മളിങ്ങനെ ക്ഷമിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടാ വന്ന് തലേ കയറുന്നേ. മോളെ മിണ്ടാതിരുന്നൂടെ നമുക്ക്? പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് അവരുടെ ലെവലിലേക്ക് താഴാൻ പറ്റില്ല. ആയിക്കോട്ടെ, മനസ്സിലാക്കി മാറി മിണ്ടാതെ ഇരിക്കുന്നതാ നല്ലത്. ആയിക്കോട്ടെ. ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് അത്യാവശ്യം BP ഉണ്ടല്ലോ. മെഡിസിൻസ് ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് കുറയ്ക്കാം. ഡയറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ ഡയറ്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ അപർണ അപ്പർ ഫ്ലോറിലാണെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ വേണ്ടേ? ഈ റൂം. അപർണ ഇവിടുത്തെ ഈ റൂമിലാണെങ്കിൽ എനിക്കതായിരിക്കും കൂടുതൽ സൗകര്യം. കിച്ചൺ അടുത്തായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എനിക്ക് പ്രോപ്പർ കെയർ തരാൻ പറ്റും. ആ മുറിയിൽ അച്ഛനും അമ്മയും കിടക്കുന്നത്. അത് നമുക്ക് അവിടുന്ന് മാറ്റാം. ഇപ്പൊ ഈ കാലിലെ സ്വെല്ലിംഗ് ഒക്കെ കണ്ടില്ലേ? പേടിക്കേണ്ട വിഷയമൊന്നുമല്ല. എന്നാലും ഇതൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഇത്തിരി വഷളാക്കുന്നതാ നല്ലത്. എന്നിട്ട് നമുക്ക് ഈ താഴത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതില്ല കാര്യം. എന്താ? ശരി, എങ്കിൽ മാറിക്കളയാം. ആദ്യം അവരോട് മേരി ചെന്ന് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടപെടാം. ശരി, ഞാൻ പറയാം. ശരി. ഇവിടിപ്പോ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കിയല്ലേ പറ്റുള്ളൂ. ഞാനല്ലാതെ ആരാ ഇവിടിപ്പോ എന്റെ കാര്യങ്ങൾ നോക്കാനും പറയാനും ഒക്കെ? ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിനും വേദനയ്ക്കും ഒക്കെ ഇപ്പോ പ്രത്യുപകാരം കാട്ടി തുടങ്ങിയല്ലോ. അത് നന്നായി. മാഡമാണോ ഈ റൂം ഉപയോഗിക്കുന്നത്? അതെ.
അപർണയുടെ റൂം മുകളിലത്തെ ഫ്ലോറിലാണല്ലേ? എന്താ മാഡം ഇത്? ആ കുട്ടിയുടെ കാലിലെ സ്വെല്ലിംഗ് കണ്ടില്ലേ? നിങ്ങളുടെ സ്വന്തം മോളല്ലേ? ഏത് നിമിഷവും ഈ സ്റ്റെപ്സ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങുന്നത് അപർണയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് നല്ലതല്ല. കാലിലെ സ്വെല്ലിംഗ് കൂടും. ഈ സമയത്ത് ഇങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ താഴത്തെ മുറി എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തരണം. അതാ മേരി പറയുന്നത്. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി മുകളിലത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഞാൻ ഉപയോഗിച്ചിരുന്ന റൂമിലേക്ക്. അത് മാസ്റ്റർ ബെഡ്റൂം ഒന്നുമല്ല, കുറച്ച് സൗകര്യവും കുറവാ. എന്നാലും അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ചേച്ചിക്ക് വയ്യെങ്കിൽ അത് ചേച്ചിയുടെ കാര്യം. ചേച്ചി പറഞ്ഞതിനേക്കാളും വീക്ക് പ്രോബ്ലംസ് ഉള്ള ഒരാളാ എന്റെ അമ്മ. അമ്മയുടെ സ്റ്റെപ്പ് കയറരുതെന്നും സ്ട്രെയിൻ ചെയ്യരുതെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അച്ഛനും അമ്മ എത്ര കാലത്ത് ഉപയോഗിക്കുന്ന റൂമാ ഇത്? പറയുന്നതിനൊരു മര്യാദയില്ലേ? നീ ബഹളം വെക്കാതെ. മക്കളോട് സ്നേഹവും വാത്സല്യവും ഉള്ള അച്ഛനും അമ്മയും അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. അതെന്റെ ഗതികേട്. ഇവിടിപ്പോ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കിയല്ലേ പറ്റുള്ളൂ. ഞാനല്ലാതെ ആരാ ഇവിടിപ്പോ എന്റെ കാര്യങ്ങൾ നോക്കാനും പറയാനും ഒക്കെ? അതെ, അപർണ പറയുന്ന കാര്യങ്ങൾ സീരിയസാ. നിങ്ങൾ വിചാരിക്കും പോലെ നിസ്സാര കാര്യമല്ലേ ഇത്? ഒന്നാമത് ഈ കുട്ടിക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളതാ. ആൽഫ ഫീറ്റ പ്രോട്ടീൻ ലെവൽ വളരെ ഹൈയാ. മെന്റൽ സ്ട്രെയിനും ഫിസിക്കൽ സ്ട്രെയിനും ഒരിക്കലും ഈ സമയത്ത് കൊടുക്കരുത്. ഓ, മെന്റൽ സ്ട്രെയിനൊക്കെ ഈ സമയത്ത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രശ്നമൊന്നുമില്ലായിരിക്കും. അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വേണോ ട്രീറ്റ്മെന്റും കെയറും ഒക്കെ? വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പോ ഇവിടെ ഈ വീട്ടില് ഏറ്റവും കെയറും കൺസേണും കിട്ടേണ്ട ആൾ അപർണയാ. അപർണയുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഒക്കെ അത്രയും ശ്രദ്ധിക്കേണ്ട സമയമാ. അതുകൊണ്ടാ അതൊക്കെ നോക്കാൻ ട്രീസ മാമും ഡോക്ടർ പത്നയും അത്രയും സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് തന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. അതിലൊന്നും ഒരു കോംപ്രമൈസും പറ്റില്ല. ഒരു സ്റ്റെപ്പ് കയറുന്നത് ഇത്തിരി സ്ട്രെയിൻ എടുക്കുന്നതും കോംപ്രമൈസ് ആണെങ്കിൽ അത്തരം കോംപ്രമൈസുകളൊക്കെ ആവോളം സഹിച്ചുണ്ടായി വന്നതാ. ദാ ഈ നിൽക്കുന്ന എന്റെ പൊന്നുമോള് സ്വന്തം അമ്മയെ കൊന്നു തിന്നാൻ കാത്തു നിൽക്ക ഇപ്പൊ അവള്. ഇത്ര വലിയ മെഡിക്കൽ സപ്പോർട്ടും സർവീസും ഒന്നും ഇല്ലായിരുന്നു അന്ന് ഇവള് ജനിക്കുമ്പോ. അന്ന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിനും വേദനയ്ക്കും ഒക്കെ ഇപ്പോ പ്രത്യുപകാരം കാട്ടി തുടങ്ങിയല്ലോ, അത് നന്നായി. ഇവരെ ഒന്നും ഒരു കാര്യവും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല മേരി. ഇവരുടെ പെർമിഷൻ വാങ്ങിട്ട് കയറാൻ നോക്കിയാ ഒരു കാലത്തും ഒന്നും നടക്കില്ല. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങണം, അതേ ഉള്ളൊരു മാർഗം. ചേച്ചി എന്തായി കാണിക്കുന്നേ? എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് നമ്മുടെ അമ്മയുടെ ഡ്രസ്സും സാധനങ്ങളാ. ആര് പറഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിലും ഈ കാണിക്കുന്നതിനൊക്കെ ചേച്ചിക്ക് ഒരു കാലത്ത് മാപ്പ് കിട്ടില്ല. ഈ കുറ്റബോധത്തിന് ഒരു കാലത്ത് രക്ഷ ഉണ്ടാവില്ല. കുറ്റബോധം അതാദ്യം വേണ്ടതേ നിന്റെ അമ്മയ്ക്കാ. ഇവർക്ക് ഇപ്പോഴും നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ ചെയ്തു പോയ കാര്യങ്ങളിൽ ഇവർക്ക് കുറ്റബോധം ഉണ്ടെന്ന്? പറയില്ല ഇവര് പറയില്ല. മനസ്സിനുള്ളിൽ സന്തോഷിക്കുകയാണെന്ന് എനിക്കറിയാം. ഇത്രയൊന്നും അനുഭവിച്ചാ പോരാ ഇവര്. എന്തൊക്കെയാ ചേച്ചി കാണിക്കുന്നത്? എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? കറക്റ്റ് സമയത്താ വിളിച്ചത്. സാധനങ്ങളല്ലേ ചേച്ചി? ഇവിടെ അംഗം തുടങ്ങി, കുടിയൊഴിപ്പിക്കലും നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോ കൊറേ പോവും. എല്ലാം മാം പറഞ്ഞ പോലെ ഞാൻ വിളിച്ചറിയിച്ചോളാം എല്ലാ ഡെവലപ്മെന്റ്സും. ചേച്ചി അവിടെ വെക്കാനാ. നിങ്ങൾ എല്ലാരും കൂടി എന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. ചേച്ചി ഞാൻ പറയുന്നത് കേക്ക്.